അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ അധീശത്വം ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ 100% നികുതി ചുമത്തി മുടിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കി അതത് രാജ്യത്തെ കറൻസിയിൽ ഇടപാട് നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രിക്സ് കൂട്ടായ്മയിൽ പൊതുകറൻസി രൂപീകരിക്കാനുള്ള ചർച്ച സജീവമാണ്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 15ാം ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയാണ് അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഡോളർ ഇതര കറൻസി എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിയിലും ഇത് ചർച്ചയായി മാറി. പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രൂപയിലും റഷ്യയുടെ റൂബിളിലും ചൈനയുടെ യുവാനിലും ഇടപാടുകൾ നടത്താൻ നീക്കമുണ്ട്. എന്നാൽ അമേരിക്കയുടെ ആശ്രിതത്വം പുലർത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ഡോളറിനെതിരായ നീക്കം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഡോളറിനെ ആയുധമാക്കുന്നതിനെതിരെ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആഞ്ഞടിച്ചിരുന്നു. ചൈനയും ബദൽ കറൻസിക്ക് അനുകൂലമാണ്. നിലവിൽ ലോകത്തെ വിദേശ നിക്ഷേപത്തിന്റെ 58% ഡോളറിലാണ്. എണ്ണ വിൽപ്പനയുടെ ഭൂരിഭാഗവും ഡോളറാണ് അടിസ്ഥാന കറൻസി. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാഷ്ട്രമായ സൗദി അറേബ്യ അന്താരാഷ്ട്ര എണ്ണ വിൽപ്പനയിൽ ഡോളറിനെ അടിസ്ഥാന കറൻസിയാക്കിയ 50 വർഷത്തെ കരാർ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉഭയകക്ഷി ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ ഉൾപ്പെടെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.